നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ 2-ലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാം. മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ലോജിക്കൽ കണക്റ്റീവ്സ് ആണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് റൂൾസ് ഓഫ് ഇൻഫറൻസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question 1 എന്ന് പറയുന്നത് show that the following logical expressions are equivalent using truth tables. Negation of P and Q logical equivalent to negation P or negation Q. നമ്മളോട് ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് രണ്ട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെ ലോജിക്കൽ ഇക്വലൻസ് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് ലോജിക്കൽ ഇക്വലൻസ് പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെയും ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ട്രൂത്ത് കോളംസ്, ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിന്റെയും കോളംസ് സിമിലർ ആണോ എന്ന് നോക്കുക. സിമിലർ ആണെങ്കിൽ അവർ ലോജിക്കൽ ഇക്വലന്റ് ആണ്, സിമിലർ അല്ലെങ്കിൽ അവർ ലോജിക്കൽ ഇക്വലന്റ് അല്ല. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ലോജിക്കൽ ഇക്വലന്റ് ആണോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. അപ്പൊ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ആണ്. അപ്പൊ അതിൽ എത്ര വേരിയബിൾസ് ആണ് ഉള്ളത്? രണ്ട് വേരിയബിൾസ് ആണ്, പി ഉണ്ട് ക്യൂ ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പി എഴുതാം, ക്യൂ എഴുതാം. ഓക്കെ, ആദ്യം പി എഴുതാം, ക്യൂ എഴുതാം. പിന്നെ വേണ്ടത് പി ആൻഡ് ക്യൂ ആണ്, പി ആൻഡ് ക്യൂ. അടുത്തത് വേണ്ടത് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ആണ്, നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. ഇതാണ് നമുക്ക് വേണ്ടത്. അതില് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ട്രൂത്ത് വാല്യൂസിന്റെ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ് നോക്കാം. ട്രൂ ട്രൂ, ഫോൾസ് ഫോൾസ്, ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ്. ഇനി ആൻഡ്, നമ്മുടെ ലോജിക്കൽ കണക്റ്റീവിലെ ഫസ്റ്റ് ബേസിക് കണക്റ്റീവ് ആണ് ആൻഡ് എന്ന് പറയുന്നത്. അപ്പൊ പി ആൻഡ് ക്യൂ എപ്പോഴൊക്കെയാ ട്രൂ വരുന്നത്? രണ്ട് വേരിയബിൾസിനെയും വാല്യൂ ട്രൂ വരുമ്പോൾ പി ആൻഡ് ക്യൂ ട്രൂ ആണ്. ബാക്കി എല്ലാ കേസിലും പി ആൻഡ് ക്യൂ ഫോൾസ് ആണ്. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. അപ്പം നെഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ നെഗേഷൻ എടുക്കുമ്പോൾ ഫോൾസ് വരും. ഒറിജിനൽ ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ എടുക്കുമ്പോൾ ട്രൂ വരും. നമുക്ക് വേണ്ടത് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ ആണ്. സോ ട്രൂവിന്റെ ഓപ്പോസിറ്റ് ഫോൾസ്, എഫിൻ്റെത് ട്രൂ, ട്രൂ, ട്രൂ. ഇതാണ് നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ. ഇനി നമുക്ക് അടുത്ത ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാം. അതെന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ക്യൂ ആണ്. അത് നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങളിത് ഓർത്ത് വെക്കുക. എഫ് ടി 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 ആണ് നമ്മുടെ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂവിന്റെ ഫൈനൽ കോളത്തിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ഓഫ് ക്യൂവിന്റെ ട്രൂത്ത് ടേബിൾ ആണ് വേണ്ടത്. പി ക്യൂ ഓൾറെഡി. നെക്സ്റ്റ് നെഗേഷൻ ഓഫ് പി, നെഗേഷൻ ഓഫ് ക്യൂ, നെഗേഷൻ ഓഫ് പി ഓർ നെഗേഷൻ ഓഫ് ക്യൂ. ഇതാണ് നമുക്ക് വേണ്ടത്. നെഗേഷൻ പി എഫ് എഫ് ടി ടി. നെഗേഷൻ ക്യൂ എഫ് ടി എഫ് ടി. ഓക്കെ, നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ എഫ് എഫ് ഓർ എടുക്കുമ്പോൾ രണ്ടും ഫോൾസ് ആണെങ്കിൽ ഓറും ഫോൾസ് വരും. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആണെങ്കിൽ ഓറ് ട്രൂ വരും. രണ്ടും ട്രൂ ആണെങ്കിലും ഓറ് ട്രൂ വരും. ഇപ്പൊ എഫ് എഫ് വരുന്നത് എഫ് ആണ്. എഫ് ടി ടി, ടി എഫ് ടി, ടി ടി ടി. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് കോളം നോക്കുക. നമ്മുടെ നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂവിന്റെ ലാസ്റ്റ് കോളം നോക്കുക. നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂവിന്റെ ലാസ്റ്റ് കോളം നോക്കുക. രണ്ടുപേരും സെയിം ആയിരുന്നു, എഫ് ടി 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 തന്നെയായിരുന്നു വന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഇത് രണ്ടും ലോജിക്കലി ഇക്വലന്റ് ആണെന്ന് പറയാം. ഓക്കെ, യൂസിങ് ട്രൂത്ത് ടേബിൾ. ഇത്രയുള്ളൂ കേട്ടോ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, write the inverse, converse and contrapositive of the following conditional statement. If she practices every day and eats healthy food, then she will perform well in the competition. നമുക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിന്റെ
ഇൻവേഴ്സ്, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇംപ്ലിക്കേഷൻ വരുന്ന കേസിലാണ് നമുക്ക് ഇൻവേഴ്സ്, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇഫ് ദെൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് നമുക്ക് കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റും. അതിനു മുന്നേ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിനെ നമ്മൾ വേരിയബിൾസിലേക്ക് മാറ്റാൻ നോക്കാം, സിമ്പിൾസിലേക്ക് മാറ്റാൻ നോക്കാം. സിമ്പിൾസിലേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് ഇൻവേഴ്സ്, കോൺവേഴ്സ്, കോൺട്രാപോസിറ്റീവ് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എത്ര വേരിയബിൾസ് വേണം. ഇതിൽ എത്ര സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്? ഇഫ് ഷീ പ്രാക്ടീസസ് എവറി ഡേ ആൻഡ് ഈസ് ഹെൽത്തി ഫുഡ്. അതിൽ തന്നെ രണ്ട് സെന്റൻസ് പറയുന്നുണ്ട്, രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പി എന്നുള്ളത് ഷീ പ്രാക്ടീസസ് എവറി ഡേ എന്ന് എടുക്കാം, ക്യൂ എന്നുള്ളത് ഈസ് ഹെൽത്തി ഫുഡ് എന്ന് എടുക്കാം. then she will perform well in the competition. അപ്പൊ മൂന്നാമതൊന്ന് പറയുന്നുണ്ട് she will perform well in the competition. അപ്പൊ അത് നമ്മൾ മൂന്നാമത്തെ വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്തൊക്കെ എടുക്കാം? പി എന്ന് പറയുന്ന വേരിയബിൾ, പി എന്തായിട്ട് എടുക്കുന്നത്? she practices every day. she practices every day. she practices every day. ഇനി Q. Q എന്തായിട്ട് എടുക്കുന്നത്? eats healthy food. eat healthy food. R എന്തായിട്ട് എടുക്കുന്നത്? perform well in the competition. perform well in the competition. perform well in the competition. ഇനി ഇതേ സിമ്പിൾസിലേക്ക് മാറ്റാം. നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ്. ഒറിജിനൽ സ്റ്റേറ്റ്മെന്റിനെ സിമ്പിൾസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? if she practices every day and eats healthy food. അപ്പം ആൻഡ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം പി ആൻഡ് ക്യൂ implies R. If she practices every day and eats healthy food, then she will perform well in the competition. P and Q implies R ആണ് നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കോൺവേഴ്സ് ആദ്യം നോക്കാം. കോൺവേഴ്സ്, കോൺവേഴ്സ്, കോൺവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് R implies P and Q. അതാണ് കോൺവേഴ്സ് എന്ന് പറയുന്നത്. R implies P and Q ആണ് കോൺവേഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? അപ്പൊ കോൺവേഴ്സ് നമുക്ക് എന്താ കിട്ടിയ? R implies P and Q. R എന്താ? if she performs well in the competition, then she practiced every day and ate healthy food. Inverse എന്താണ്? negation of P and Q implies negation R. if she does not practice every day or she does not eat healthy food, then she will not perform well in the competition. Okay. Contrapositive. Contrapositive എന്താ? negation R implies negation of P and Q. if she does not perform well in the competition, then she did not practice every day or did not eat healthy food. Okay, ഇതാണ് നമ്മുടെ കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ് ഓഫ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്. Clear? Next question. Prove the given equivalence using truth table. P and P double implies Q is logically equivalent to T. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ലോജിക്കലി ഇക്വലന്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. തന്നിരിക്കുന്നത് P
double implies Q, implies Q logically equivalent to T എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാം. ട്രൂത്ത് ടേബിൾ എന്തൊക്കെയാ വേണ്ട? പി ഉണ്ട്, ക്യൂ ഉണ്ട്. പി ക്യൂ, നെക്സ്റ്റ് പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ ഉണ്ട്, പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ, then P and P double implies Q, then ഇത് മൊത്തത്തിൽ ഞാനൊരു എക്സ് എന്ന് കൊടുക്കുകയാണ്. then എക്സ് മൊത്തത്തിലാണ് കേട്ടോ, എക്സ്. ഓക്കെ, സോ പി പോസിബിലിറ്റീസ് നോക്കാം. ട്രൂ ട്രൂ, ഫോൾസ് ഫോൾസ്, ട്രൂ ഫോൾസ്, ട്രൂ ഫോൾസ്. പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ, പി ഡബിൾ ഇംപ്ലൈസ് ക്യൂവിന്റെ റൂൾ അനുസരിച്ച് രണ്ട് പിയും ക്യൂവും ട്രൂ വരുമ്പം പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ ട്രൂ വരും. പിയും ക്യൂവും ഫോൾസ് വരുമ്പോഴും പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ ട്രൂ വരും. ബാക്കി രണ്ട് കേസിലും ഫോൾസ്. ഓക്കെ, നെക്സ്റ്റ് പി ആൻഡ് പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ, ഇതും ഇതും കൂടി തമ്മിലുള്ള ആൻഡ്. ട്രൂ ട്രൂ, ട്രൂ, ട്രൂ ഫോൾസ്, ഫോൾസ്, ഫോൾസ് ഫോൾസ്, false, false true, false and ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് പി ആൻഡ് പി ഡബിൾ ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ക്യൂ. അപ്പം ഇതും ഇതും കൂടെ തമ്മിലാണ്. ട്രൂ ട്രൂ, ട്രൂ, false false, ട്രൂ, false true, ട്രൂ, false false, ട്രൂ. നമ്മുടെ ഇംപ്ലിക്കേഷൻ എപ്പോഴും ഫോൾസ് വരുന്നത്, ട്രൂ ഫോൾസ് വരുമ്പോൾ ഫോൾസ് വരും. ബാക്കി എല്ലാ കേസിലും ഇംപ്ലിക്കേഷൻ ട്രൂ ആയിരിക്കും വരിക. അപ്പൊ ഇത് നോക്കാം, നമുക്ക് ലാസ്റ്റ് കോളം എങ്ങനെ കിട്ടിയ? മൊത്തം ട്രൂ ആയിട്ടാണ് കിട്ടിയത്. അപ്പൊ അതായത് ഇറ്റ് ഈസ് ലോജിക്കലി ഇക്വലന്റ് ടു ടി. ടി എന്ന് പറഞ്ഞാൽ എന്താ? ഫുള്ള് ട്രൂസ് മാത്രമല്ല കോളായിരിക്കും ടി എന്ന് പറയുന്നത്. എല്ലാ വാല്യൂസും ട്രൂ വരുമ്പോഴാണ് നമ്മളതിനെ ടി അല്ലെങ്കിൽ ടോട്ടോളജി എന്ന് വിളിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ലോജിക്കലി ഇക്വലന്റ് ടു ടി. ഓക്കെ.